ടോപ്പിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് അറൈൽ അമീൻസ് ആണ്. നമുക്ക് അനിലിൻ്റെ റെസൊണൻസ് സ്ട്രക്ചർ നോക്കാം. അനിലിൻ എന്ന് പറയുമ്പോൾ NH2 ഗ്രൂപ്പ് ബെൻസീനിൽ ആഡ് ചെയ്തതാണ് അനിലിൻ. അനിലിൻ്റെ റെസൊണൻസ് സ്ട്രക്ചർ +M+R എഫക്റ്റ് ആണ്. അതായത് റെസൊണൻസ് എഫക്റ്റ് പോസിറ്റീവാണ്. ദ ഇലക്ട്രോൺ റിലീസിങ് റെസൊണൻസ് മീസോമെറിക് എഫക്റ്റ് കോൾഡ് +M or +R എഫക്റ്റ്. അതായത് അനിലിൻ ഒരു ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണ്. NH2 ഗ്രൂപ്പ് ബെൻസീനിൽ ആഡ് ചെയ്യുമ്പോൾ അവിടെ ഇലക്ട്രോൺ റിലീസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതലാണ്. മെറ്റാ പൊസിഷൻ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെയാണ് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതൽ. ഡ്യൂ ടു ദ റെസൊണൻസ് ദ ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ ഓഫ് എ ബെൻസീൻ റിംഗ് അക്വയർ relatively higher electron density than meta position. This means the amino group is ortho-para directing group in aromatic electrophilic substitution reaction. അതായത് ഇവിടെ അനിലിൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓർത്തോപാര ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. NH2 ഗ്രൂപ്പ് ഈസ് പവർഫുള്ളി ആക്ടിവേറ്റിംഗ്. ഇവിടെ NH2 ഗ്രൂപ്പ് ഇലക്ട്രോൺ റിലീസ് ചെയ്യണതുകൊണ്ട് തന്നെ NH2 ഗ്രൂപ്പ് ഈസ് പവർഫുള്ളി ആക്ടിവേറ്റിംഗ്. Through +M effect it causes benzene ring to be more reactive than benzene itself towards the electrophilic substitution. ബെൻസീൻ റിങ്ങിനെക്കാട്ടും റിയാക്റ്റീവ് ആണ് അനിലിൻ. Then in electrophilic substitution reaction of aniline often tri-substitution rather than the mono-substitution occur. Tri-substitution reaction ആണ് ഇവിടെ ഫേവർ ചെയ്യണത്. ദെൻ അടുത്തത് അനിലിനിൽ അസിറ്റൈൽ ചേർക്കണ റിയാക്ഷനാണ്. C+CH3 ഗ്രൂപ്പായ അസിറ്റൈൽ ആഡ് ചെയ്യുമ്പോൾ അവിടെ റെസൊണൻസ് ഉണ്ടാവും. This lone pair is less available for donating the benzene ring for the resonance. നൈട്രജൻ്റെ ലോൺ പെയേഴ്സ് ഇവിടെ ലെസ് അവൈലബിൾ ഫോർ donating the benzene for the resonance. Activating effect of NHCOCH3 group is less than the amino group. അപ്പോൾ അസിറ്റൈൽ ഗ്രൂപ്പ് is less activating than amino group. Acetinolide doesn't promote tri-substitution reaction like anilin. അനിലിന് നടക്കണ പോലെ ഇവിടെ tri-substitution reaction നടക്കില്ല. ഇവിടെ മോണോ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ് ഫേവർ ചെയ്യണത്. ദ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അസിറ്റിനൈഡ് ക്യാൻ ബി ഈസിലി ഹൈഡ്രലൈസ്ഡ് ടു ഈൽഡ് ദ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അനിലിൻ. മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അസിറ്റിനൈഡ് ഹൈഡ്രലൈസസ് അതിൽ നിന്നും നമുക്ക് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അനിലിൻ ലഭിക്കും. ദെൻ അടുത്തതാണ് ഈ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഒരു എക്സാമ്പിൾ ഹാലോജിനേഷൻ. ഹാലോജിനേഷനിൽ ഫസ്റ്റ് വിത്ത് ബ്രോമിൻ വാട്ടർ or a chlorine water anilin yields the corresponding 2,4,6 trihalo anilin. അപ്പോൾ anilin react with 3 bromine then 2,4,6 tribromo anilin product ഉണ്ടാവണം. ദെൻ അടുത്തത് അസിറ്റൈലേഷൻ ഓഫ് അനിലിൻ ആണ്. Acetylation of aniline followed by bromination of acetinolide thus obtained yields mainly. ഫസ്റ്റ് അനിലിൻ CH3COCl ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് അസിറ്റിനൈഡ് ഉണ്ടാവും. ദെൻ ബ്രോമിനേഷൻ നടക്കും. ബ്രോമിനായിട്ട് റിയാക്ട് ചെയ്തിട്ട് പാരാ ബ്രോമോ അസിറ്റിനൈഡ് ഉണ്ടാവണം. ദെൻ അത് ഹൈഡ്രലൈസ് ചെയ്തിട്ട് ഫർദർ ഹൈഡ്രലൈസിൽ പ്രൊഡക്റ്റ് ഉണ്ടാവുന്നതാണ് പാരാ ബ്രോമോ അനിലിൻ. ഇത്രയാണ് എൻ്റെ ടോപ്പിക്ക്. സോ താങ്ക് യു.